ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 5:30 മോൻ ഫോമിൽ കുടിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അവൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്തേക്കാന്ന്. അപ്പോൾ കരുതും കൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആൾ രാവിലെ എണീറ്റ് വന്ന് ഫ്രഷായി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ഫോമിൽ മിക്സ് ചെയ്ത് കൊടുക്കൂ. ഫോമിൽ ആൾക്ക് തനിയെ കുടിക്കാനാണ് ഇഷ്ടം. ബെഡിൽ കിടന്ന് തനിയെ കുടിച്ചോളൂ. നമ്മൾ മടി വെച്ച് കൊടുക്കാൻ നോക്കി ആൾ അത് സമ്മതിക്കില്ല. ആൾക്ക് തനിയെ കുടിക്കുന്നതാണ് ഇഷ്ടം. ഫോമിൽ കുടിച്ച് കഴിഞ്ഞാൽ ആൾ കുറേ നേരം പിന്നെ ബെഡിലൊക്കെ കിടന്ന് കളിക്കും. നമ്മളും അടുത്ത് തന്നെ ഇരിക്കണം. നമ്മൾ ചുറ്റിപ്പറ്റി തന്നെ ആളിരിക്കും. പിന്നെ ഫോമുല ബോട്ടിൽ തുറന്നും അടച്ചുമൊക്കെ കുറേ നേരം ഇരിക്കും. ഫോമുല ബോട്ടിൽ വെച്ച് കളിക്കുന്ന ആളുടെ ഒരു ഇഷ്ട വിനോദമാണ്. ഇങ്ങനെ കുറേ ടൈം അവിടെ തന്നെ ബെഡിൽ തന്നെ ഇരുന്ന് തനിയെ കളിച്ചോളും. പക്ഷെ നമ്മൾ അടുത്ത് തന്നെ ഇരിക്കണം. നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയ ആൾ അപ്പോൾ തന്നെ നമ്മുടെ പുറകെ വരും. ഇങ്ങനെ ഫോമുല ബോട്ടിൽ തുറന്നും അടച്ചുമൊക്കെ ആൾ കുറേ നേരം ഇരിക്കും. അതിപ്പോൾ ആളുടെ ഒരു ഇഷ്ട വിനോദമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഫോമുല ബോട്ടിൽ അവൻ കളിച്ച ശേഷം ഞാൻ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്താലും അതിന് സമ്മതിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുഞ്ഞാവൻ വളരുന്നതിനനുസരിച്ച് അവന് ടോയ്സ് ഒന്നും വേണ്ട. ടോയ്സിന് പകരം കിച്ചണിൽ എന്തെങ്കിലും തവിയോ പാത്രമോ അല്ലെങ്കിൽ വെജീസോ ഒക്കെ വെച്ച് കളിക്കാനാണ് ആൾക്ക് ഇൻട്രസ്റ്റ്. നമ്മൾ എന്ത് കൊടുക്കുന്നില്ല അതാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കളിക്കാൻ വേണ്ട. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫോമുല ബോട്ടിലും കൊണ്ട് നേരെ കിച്ചണിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ആൾ തനിയെ നടന്ന് ഫോമുല ബോട്ടിലും കൊണ്ട് കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ അവനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൻ്റെ ഫോമുല ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുകയും അതുപോലെ ഫോമുല മിക്സ് ചെയ്യാനുള്ള വെള്ളം ചൂടാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ടൈമിലാണ്. കയ്യിൽ എന്തെങ്കിലും ഗ്ലാസ്സോ കിച്ചണിലുള്ള എന്തെങ്കിലും ഐറ്റംസ് കൊടുത്ത ആൾ കുറേ നേരമൊക്കെ അതും കൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ആളെ എൻ്റർടൈൻ കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ആൾ അവിടെ ഇരിക്കുന്നത്. അവന് നമ്മൾ സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെച്ച് കളിക്കും. പിന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കും ആളുടെ അച്ഛൻ വരും. പിന്നെ 2 പേരും കൂടി ടെറസിലാണ് കളി. അച്ഛനും മോനും കൂടി കുറേ നേരം നടക്കി അച്ഛൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തോളും. മോൻ നടക്കാൻ തുടങ്ങിയ ടൈം മുതൽ ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മോനെ എടുത്ത് ടെറസിൽ കൊണ്ടുപോകും. പിന്നെ 2 പേരും കൂടി ഒരുപാട് സമയം ടെറസിൽ കളിയാണ്. നടന്നും അച്ഛൻ്റെ പുറകെ ആൾക്ക് ഇങ്ങനെ നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനൊരു കുഞ്ഞ് സൈക്കിളുണ്ട്. അപ്പോൾ അച്ഛനും മോനും കൂടെ അത് ഓടിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാം. അവൻ്റെ തുണി കഴുകലൊക്കെയാണ് ഞാൻ ആ സമയത്ത് ബിസി ആയിരിക്കും. മോന് ഞങ്ങൾ ഒട്ടും തന്നെ സ്ക്രീൻ ടൈം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അവനെ എൻ്റർടൈൻ ചെയ്യാൻ അവൻ്റെ കൂടെ ഒരാൾ വേണം. എപ്പോഴും അവൻ്റെ കൂടെ കളിക്കുക. അതായത് അവന് ഫുഡ് കൊടുക്കുന്ന ടൈമിലായാലും അവൻ്റെ പ്ലേ ടൈമിലായാലും എല്ലാം മൊബൈൽ ഞങ്ങൾ തീരെ കൊടുക്കാറില്ല. ഞങ്ങളും യൂസ് ചെയ്യാറില്ല. അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് അവൻ കാണാൻ ഞങ്ങൾ മൊബൈൽ വീഡിയോസ് ഒന്നും കാണാറില്ല. അവൻ വിചാരിക്കുന്നത് ഈ ഫോണെന്ന് പറയുന്ന വീഡിയോ എടുക്കാനോ ഫോൺ കോൾ ചെയ്യാനോ ഒക്കെ ഉള്ളതാണ്. അതിൽ വീഡിയോസ് ചെയ്യാനോ കാണാനോ ഒന്നും അവനറിയില്ല. അപ്പം രാവിലത്തെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഇപ്പോൾ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കൊടുക്കുന്നത് ദോശയും സാമ്പാറും ചട്നിയാണ്. രാവിലത്തെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആൾക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് രാവിലെ ഒരുവിധം നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ആൾ വീണ്ടും കുറച്ച് നേരം കളിക്കും. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറുക്ക് കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആൾ കുറുക്ക് കുടിക്കാതിരിക്കുകയാണ്. കുറുക്കൊന്നും കഴിക്കാൻ ആൾക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടം. എന്നാലും കുറുക്കൊക്കെ നിർബന്ധിച്ച് കുറച്ച് എടുക്കേണ്ട. ആൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ ആളുകൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ 5:30 എഴുന്നേറ്റു. 5:30 എണീക്കുമ്പോൾ അവന് ഫോമുല കൊടുക്കും. പിന്നെ കുറേ നേരം ബഹളത്തിനും കളിക്കുകയൊക്കെ വിടും. അതെല്ലാം കഴിഞ്ഞ് വന്നൊരു 7:30-8 മണി സമയമാകുമ്പോഴത്തേനും ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറേ നേരം മുറ്റത്ത് നടത്തോ ഓട്ടോ ഒക്കെ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ആൾ നന്നായിട്ട് ക്ഷീണിച്ച ശേഷം കുളിച്ചിട്ടാണ് കുറുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവൻ രാവിലെ എണീറ്റിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് 2 നേരം ആഹാരം കഴിക്കും. ഒരു ഫോമുലയും കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ആൾ ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 11:30 ആയി. ആൾ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ്.